ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ ഒരു വാക്ക് ചെന്ന് പറഞ്ഞ ശാലിനി സന്തോഷത്തോടെ ചെയ്തു തരും, എനിക്കുറപ്പുണ്ട്. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളുടെ കാലിൽ പിടിക്കില്ല. മോളുടെ വീട്ടിൽ പോകാനിരുന്നതാ. സത്യമ്മ വിളിച്ചതുകൊണ്ട് പോക്ക് മാറ്റി വെച്ചിങ്ങ് പോന്നു. അറിയാലോ, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് ഈ പിള്ളയ്ക്ക് എന്തു ഉള്ളൂ. അത് സ്വന്തം കാര്യമായാലും മക്കളുടെ കാര്യമായാലും അങ്ങനെ തന്നെ. അതിന് പിള്ളേർക്ക് ഇച്ചിരി പരിഭവമുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എന്തൊക്കെ വന്നാലും ഇവിടുന്ന് കിട്ടിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. എടോ, താൻ ഓർക്കുന്നുണ്ടോ, ഞാനത് വാങ്ങിക്കുമ്പോഴേ ദേ ആ കാണുന്ന വഴിയോ റോഡോ ഒന്നുമില്ല. വലിയൊരു ചതുപ്പാ, നിറയെ മണ്ണിട്ട് നികത്തിയ ഈ പരുവാക്കിയെടുത്തതേ. ഈ പ്രദേശത്തുള്ള ആദ്യത്തെ വെളിച്ചവും ഇവിടുന്നുള്ളതായിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടി കയറി വന്നവനാ. ഇപ്പോ പടപ്പുറപ്പട കണ്ട് ഭയന്ന് നിൽക്കുക. എല്ലാം മാറുമെന്ന് പറഞ്ഞ് എനിക്ക് ആശ്വസിപ്പിക്കാനും പറ്റില്ലല്ലോ. മാറോടോ, നമ്മളിവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അതിനി അധികം നാളൊന്നും വേണ്ടി വരും തോന്നില്ലല്ലോ പിള്ളേ. പിള്ളേ, ഇതെന്റെ കുറച്ച് ആഭരണങ്ങളാ. നമ്മള് വീട് മാറി കഴിയുമ്പോ ഇതൊന്നും പൂട്ടിവെക്കാനുള്ള സംവിധാനമൊന്നും ആ വീട്ടിലുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി എന്താ കാര്യം? കെട്ടിക്കാൻ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിലേ ഇതെടുത്ത് വെക്കാം. അല്ലെങ്കിൽ നല്ല വിലയുള്ള സമയമല്ലേ, ഇതങ്ങ് കൊടുത്തേക്കാവുന്നേ. പിള്ളേ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചോണ്ട് വാ. നമുക്ക് വക്കീലിന് കൊടുക്കാനും മറ്റേ ഇതിൽ നിന്ന് എടുക്കാലോ. അത് വേണോ? ഈ കൊടുക്കുന്ന ഓരോ ആഭരണങ്ങളും താൻ ഇഷ്ടം തോന്നി വാങ്ങിച്ചിട്ടുള്ളവയാ. ഈ വയസ്സുകാലത്ത് എനിക്കെന്തിനാ ആഭരണം? അതുമെല്ലാം സ്വർണ്ണം ഇട്ട് നടക്കുന്നതല്ലല്ലോ പ്രധാനം. ഈ വീട് നിലനിർത്തുന്നതല്ലേ നമ്മുടെ ആവശ്യം. ഇപ്പൊ നല്ല വില കിട്ടും, അതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ രാഘവേട്ട. പിള്ളേ, ഇതങ്ങ് കൈയോടെ വാങ്ങിച്ചോ, എന്നിട്ട് ഇപ്പൊ തന്നെ പോയിട്ട് വാ. പിള്ളേ, പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് എത്ര പൈസയാണെന്ന് വെച്ചാ അത് പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. എന്നെ കൊണ്ട് സാധിക്കില്ല സത്യാമ്മേ. എന്റെ മനസ്സിൽ സത്യാമ്മയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആഭരണങ്ങൾക്ക് അണിഞ്ഞ് സ്വർണപ്രഭയിൽ തിളങ്ങുന്ന ആ രൂപത്തിന് ഇനി ഒരു മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല സത്യാമ്മേ. ഇത് ഞാൻ വാങ്ങിച്ചാൽ എന്റെ കൈകൊണ്ട് ഇത് വിൽക്കാൻ ഇടവന്നാൽ ആ സങ്കടത്തിൽ ഞാൻ മുങ്ങിത്താണു പോവും. പിള്ളേ, അതിന് എന്നെ നിർബന്ധിക്കരുത്. എന്റെ മനസ്സിൽ ഞാനായിട്ട് രൂപപ്പെടുത്തിയ ആ ചിത്രം അങ്ങനെ തന്നെ ഇരിക്കാൻ ദയവ് കാട്ടണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഒന്നും ഇതുവരെ എതിർത്ത് പറയാത്ത എനിക്ക് ഇതിന് കൂട്ടി നിൽക്കാനാവുന്നില്ല. സ്വന്തമായിട്ട് എനിക്ക് അല്പം ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടായാലും ഞാൻ സഹായിക്കുമായിരുന്നു. ഈ കാണിക്കുന്നത് അവിവേകമാണെങ്കിൽ പോർക്കണം. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ. എന്നെ നിർബന്ധിക്കരുത്. പിള്ളേ, പൊന്നി. സത്യമേ, ഞാൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, എന്നും ബഹുമാനം മാത്രം തന്നിട്ടുള്ള ഈ പിള്ളയ്ക്കും പൊന്നിക്കും ഒക്കെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്?
ജീവിതത്തിന്റെ പകുതിയിലധികവും നമ്മളെ കൂടെ നിന്നിട്ട് പറഞ്ഞു വിടുമ്പോ അവര് തമ്മിൽ സ്നേഹം മാത്രം തിരിച്ചു കൊടുത്താൽ മതിയോ ഭാമേ? ഈ കടമൊക്കെ നമ്മൾ എങ്ങനെ വീട്ടുക? രാഘവേട്ട, പണം കൊണ്ടുള്ള ബാധ്യത സമയമെടുത്താണെങ്കിലും വീട്ടാം. പക്ഷേ ഇതുപോലുള്ള ചങ്ങി തുളച്ചു കയറുന്ന സ്നേഹം കൊണ്ടുള്ള കടം നമുക്കൊരിക്കലും വീട്ടാൻ പറ്റില്ല. രാഘവേട്ട, നമ്മൾ തോറ്റു പോകുന്നതും ദേ ഇവരുടെയൊക്കെ മുമ്പില്ല. ഭാമേ, ഇതുവരെ കഴിഞ്ഞതുപോലെ നമുക്കിനിയും കഴിയാൻ സാധിക്കും. വരാൻ പോകുന്ന ആ വലിയ വിപത്തിനെ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ കഴിയും. രാഘവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇതിനൊരു സാവകാശം, ഒരു സ്റ്റേ ഓർഡർ, അത് തരാനുള്ള അവകാശം ജില്ലാ കളക്ടറിനാ ഉള്ളത്. നീ ഒരു വാക്ക് ചെന്ന് പറഞ്ഞ ശാലിനി സന്തോഷത്തോടെ ചെയ്തു തരും. എനിക്കുറപ്പുണ്ട്. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളുടെ കാലിൽ പിടിക്കില്ല. കടത്തന്നെ കിടക്കേണ്ടി വന്നാലും അവളോട് യാചിക്കാൻ സത്യഭാമയെ കിട്ടില്ല. ഭാമേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ എനിക്കൊന്നും കേൾക്കണ്ട. അഭിമാനം വിറ്റ് ഈ വീട് സ്വന്തമാക്കിയിട്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ രാഘവേട്ട ഞാൻ പിന്നെ ആ സാഹസത്തിന് നിൽക്കുന്നത്? വീട് പോട്ടെ, സ്ഥലവും പോട്ടെ, എല്ലാം പോട്ടെ, എന്നാലും അവളുടെ കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. ദേ, പകരം എന്നോട് എന്റെ ജീവൻ കളയാൻ പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എന്നാൽ ഇത് സത്യഭാമ ചെയ്യില്ല. ഈശ്വര, അവിടുന്ന് നിശ്ചയിച്ച എന്താന്ന് വെച്ചാ അത് തന്നെ നടക്കട്ടെ. എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട. എടി പോരി. വിഷ്ണുവേട്ടാ, എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. ഇവിടെയോ? അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്കാ, ഞാൻ അങ്ങോട്ടാക്കാം. അത് വേണ്ട വിഷ്ണുവേട്ടാ, എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് വരാനാവില്ല. എന്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക. അതുകൊണ്ട് കുറച്ചു നേരം എനിക്ക് എവിടെങ്കിലും ഇരിക്കണം. അപ്പോ എന്റെ മനസ്സൊന്ന് ക്ലിയർ ആവും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വെക്കോളാം. ഏയ്, അതൊന്നും വേണ്ട ക്ഷമേ. ആ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞോണ്ടാണോ?